വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത്. നേപ്പാളിൽ സംഭവിച്ച ഒരുപാട് വീഡിയോസ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. പക്ഷെ ബിജുചേട്ടന്റെ ഒരു നരേഷൻ അതിൽ എന്താണെന്ന് കേൾക്കണം എന്ന് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലും കണ്ടായിരുന്നു, മലയാളത്തിലും കണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നേപ്പാളിൽ സംഭവിക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ എന്താണോ ശ്രീലങ്കയിൽ സംഭവിച്ചത്, എന്താണോ ബംഗ്ലാദേശിൽ സംഭവിച്ചത്, എന്താണോ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നത്, അതാണ് നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇന്ത്യയിലും അത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി, ഞാൻ പറഞ്ഞല്ലോ, മലേഷ്യയിലാണ്, തിരിച്ചു വന്നിട്ട് വേണം ഒരു ഹൈഡ്രജൻ ബോംബൊക്കെ ഇടാൻ. അപ്പൊ അതിൽ സംഭവിക്കുമോന്ന് അറിയില്ല. ആം, ഈ അമേരിക്കയ്ക്ക് വഴങ്ങാത്ത പല രാജ്യങ്ങളും ഇപ്പോ അവിടെയുള്ള സർക്കാരുകൾ അസ്ഥിരപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് അമേരിക്ക യൂസ് ചെയ്യുന്നത്, അതിനകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തീപ്പൊരി കാണും. ആ തീപ്പൊരിയെ പെട്ടെന്ന് ഊതി വീർപ്പിച്ച് ഒരു 2-3 ദിവസത്തിനകം സർക്കാർ അങ്ങ് താഴെ ഇറങ്ങും. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ മണിപ്പൂർ അത്തരത്തിലൊരു തീപ്പൊരി ആയിരുന്നു. ആ തീപ്പൊരിയെ ഊതി വീർപ്പിക്കാനായിട്ട് പറ്റിയില്ല. അതിനു മുമ്പേ നരേന്ദ്രമോദി വെള്ളം കോരി ഒഴിച്ച് കെടുത്തിയത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നേപ്പാളിൽ നടക്കുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള അരാജകത്വമാണ് കേട്ടോ. ഈ ശർമ്മ ഒലി അയാളുടെ വീട് കത്തിച്ചു, പാർലമെന്റ് കത്തിച്ചു. അയാള് ഇപ്പോ നേപ്പാളിൽ തന്നെ ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പട്ടാളമാണ് അയാളെ സംരക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ജീവനോടെ ചുട്ടുകൊന്നു ഇവര്. 22 പേര് മരണപ്പെട്ടു. ഈ ജെൻസി എന്നൊക്കെ പറഞ്ഞ് എന്ത് തോന്നിയാവസവും കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അയാളുടെ ഭരണം വെറും മോശമാണ്, അത് നമ്മൾ അംഗീകരിച്ചു തരാം. വളരെ മോശം ഭരണമാണ്. അവിടെ ആർക്കും തെരുവിൽ ഇറങ്ങിയില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് നമ്മൾ ചില സമയത്ത് പറഞ്ഞു പോകും. പക്ഷെ ഇതിന് ഇത്രയും വലിയൊരു പ്രകടനം അത് ആര് സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ചോദ്യം. അവിടെയുള്ള സൈന്യം പറയുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടാണ് തുടങ്ങിയത്. ബംഗ്ലാദേശിലും അതുപോലെയായിരുന്നു. പക്ഷെ ഇതിനിടയിൽ ഈ വിദ്യാർത്ഥികൾക്ക് ആയുധം ലഭിച്ചു. അത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് അറിയില്ല. അതൊക്കെ അറിയണം. ഈ ആയുധങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത്, ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഇവര് മൊത്തത്തിലൊരു അന്താളിപ്പാണ് ഇവർക്ക്. അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിർത്തിയിലടക്കം ഇവർ വലിയ രീതിയിലുള്ള സുരക്ഷയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഗുജറാത്തിലെ പിള്ളേർ അവിടെ ഉണ്ട്, അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള പ്രശ്നം. അപ്പൊ ഇന്ത്യക്ക് ചുറ്റും ഇപ്പൊ ശത്രുക്കളായി മൊത്തത്തില്. ഈ ലോകക്രമം മാറി വരുന്ന ഈ സാഹചര്യത്തിൽ നേപ്പാളും ഇപ്പൊ ഇന്ത്യയുടെ ശത്രുവായി. ഇന്ത്യക്കകത്ത് മാത്രമേ ഒരു പപ്പ സർക്കാർ വരാതിരുന്നിട്ടുള്ളൂ. വിജയേട്ടന് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുമല്ലോ. കാരണം നേപ്പാളിലൊക്കെ ഒരുപാട് നാള് വിജയേട്ടൻ ഉണ്ടായിരുന്നു, അവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, മുക്കുമൂലയൊക്കെ അറിയാം. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നേപ്പാളിന്റെ ഒരു ചിത്രം? ഞാൻ നേപ്പാളില് 2000 അവസാനം തൊട്ട് അതുകൊണ്ട് 2 വർഷക്കാലം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു കസിൻ അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ഭൈരവയില്, UCMS എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഞാൻ UP നിന്ന് പോയി. നമ്മുടെ രാജ്നാഥ് സിംഗ് ഭരിക്കുന്ന സമയം 2001 എന്നൊക്കെ പറയും, 1 വർഷമേ പുള്ളി ഭരിച്ചുള്ളൂ. അപ്പം അങ്ങനെ അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന UP ആ ഒരു സമയത്താണ് ഞാൻ നേപ്പാളിലേക്ക് പോകുന്നത്. അവിടെ ഈ നേപ്പാളിൽ എന്ത് സംഭവം നടന്നാലും അവിടുത്തെ ജനങ്ങൾ 2 കാര്യങ്ങൾ പറയും, 2 കോൺസ്പിറസി തിയറികളുണ്ട്. അതിലൊന്ന് ഇന്ത്യക്കെതിരെ, ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ, ഇല്ലെങ്കിൽ പറയും ചൈനയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയും. ചൈനയ്ക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നേപ്പാളിൽ നടന്നിട്ടുണ്ട് 1960-ലൊക്കെ. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ടിബറ്റ്, അവിടെ നിന്ന് അഭയാർത്ഥികൾ കുറെ പേര് നേപ്പാളിലും കുറെ പേര് ഇന്ത്യയിലുമാണ് വന്നത്. ദലൈലാമൻ സംഘമൊക്കെ ഇന്ത്യ വന്നു, മറ്റവർ വന്നു. അപ്പൊ ടിബറ്റൻ ഇതുണ്ട്. അതുപോലെ തന്നെ ചൈന വലിയ രീതിയിൽ അവിടെ കൈ കടത്തുന്നു. ഇതേ ആരോപണം തന്നെയാണ് ഇന്ത്യ വലിയ രീതിയിൽ കൈ കടത്തുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യ വലിയ രീതിയിൽ കൈ കടത്തുന്നുണ്ട്. അവരുടെ ഗ്യാസ് ആയാലും വെള്ളമായാലും ഈവൻ തീപ്പെട്ടി പോലും ഒക്കെ അവിടെ എത്താറുണ്ട്. അപ്പം ഇതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ 2001 അപ്പോൾ അവിടെ ഞാൻ ചെന്ന് ഇറങ്ങിയ സമയത്ത് രാവിലത്തെ വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബീരേന്ദ്ര രാജാവിനെയും ഭാര്യയെയും മക്കളെയും ഒക്കെ വെടിവെച്ച് കൊന്നു എന്നാണ് വാർത്ത. ഫസ്റ്റ് വാർത്തയാണ് വെടിവെച്ച് കൊന്നു. ഇതാരാണ് വെടിവെച്ചതെന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ ഇവരുടെ എന്താണ് ഈ പറയുന്ന ഈ അവരുടെ പ്രാദേശിക ചാനലിലെല്ലാം ഇത് ഇന്ത്യക്കെതിരെ ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് മാറിയതപ്പം തന്നെ. റോയാണ് ഇതിന്റെ പിന്നിൽ, അതാണ് ഇതിന്റെ പിന്നിൽ, ഇതാണ് ഇതിന്റെ പിന്നിൽ, ഇന്ത്യക്കാരത് ചെയ്തു, മറ്റവരാണ് മറിച്ചവരാണ് എന്നുള്ള. നമ്മുടെ ഒരു 10-20 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യക്കാർ ഇപ്പോഴും ഉണ്ട് അവിടെ വിവിധ സ്ഥാപനങ്ങളിലൊക്കെ. ഈ നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ തന്നെ 10,000-3000-അടുത്ത ആൾക്കാരുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് വലിയ വിഷയങ്ങൾ അതിനൊരു കാര്യമുണ്ടായിരുന്നു. അവരത് പറയുന്നതിനൊരു കണക്ഷനുണ്ട്. ദേവയാനി റാണ എന്ന് പറഞ്ഞിട്ട് ഒരു യുവതി ഉണ്ടായിരുന്നു. അത് അവിടുത്തെ റാണ ഫാമിലിയിൽ, നേപ്പാള റാണ ഒരു രാജകീയ ഫാമിലിയാണ്, അവരുടെ മകൾ. അപ്പം അതിനെ വിവാഹം കഴിക്കാൻ ദീപേന്ദ്രയാണ് ഈ വെടിവെച്ചത്. ദീപേന്ദ്ര ഷാ ആഗ്രഹിച്ചു. പ്രണയമായിരുന്നു എന്ന് പറയുന്നു, ഒരു പക്ഷെ ആയിരിക്കാം. പക്ഷെ ഈ ദേവയാനി റാണയ്ക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ട്. ഗോളിയാർ രാജകുടുംബത്തിലെ അംഗമാണ് ദേവയാനിയുടെ അമ്മ. അപ്പൊ ദേവയാനിയുടെ പഠിത്തം മുഴുവൻ ഇവിടെയായിരുന്നു. ഈ കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പറയുന്ന കണക്ഷൻ നമ്മുടെ പ്രമോദ് മഹാജന്റെ മകളുമായിട്ട് ദേവയാനി ഒന്നിച്ചു പഠിച്ചതാണ്. അന്ന് പ്രമോദ് മഹാജനൊക്കെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് രാജകീയമായിട്ട് നിൽക്കുന്ന സമയം. അങ്ങനെ ഈ
പിന്നെ ദേവയാനിയും ഈ പ്രമോദ് മഹാജന്റെ വീട്ടിലൊക്കെ എപ്പോഴും പോകാൻ സ്വാതന്ത്ര്യമുള്ള പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ദേവയാനി. അങ്ങനെ ഈ ഒരു കൊലപാതകം നടക്കും. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേവയാനിക്ക് ഇയാളെ കല്യാണം കഴിക്കാൻ, ദീപേന്ദ്ര കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ദേവയാനിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവന്റെ കയ്യിൽ നിന്നും ഈ പിടിയിൽ നിന്നും കഥ പോകുന്ന പോക്കെ രക്ഷിക്കാൻ വേണ്ടി റോ ഇറങ്ങിയതാണ്. റോ ഇറങ്ങി അവനെ തട്ടിക്കളഞ്ഞു. ഇതാണ് സംഭവം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വാർത്ത ഇത് വന്നു, ട്വിസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത്, മകൻ തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം സ്വയം നിറയൊഴിക്കുകയും ചെയ്തു. 2 ദിവസം കോമയിലൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് മരിക്കുന്നത്. ഇത് ഇന്ത്യക്കെതിരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ ടൂൾ കിറ്റ് പോലെ പടർന്നു, വലിയ വിഷയങ്ങൾ. അത് പിന്നീട് വലിയ രീതിയിലാണ് ഇന്ത്യക്കാരെ ഒരുപാട് പേര് ആക്രമിക്കും. ഞങ്ങളൊക്കെ അന്ന് നിന്ന് നിർദ്ദേശം പുറത്തിറങ്ങരുതെന്നൊക്കെയാണ്. കാരണം കറണ്ടില്ല, വെള്ളമില്ല. ഈ കറണ്ടും വെള്ളമില്ലാത്ത എന്താണെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇന്ത്യ അത് കട്ട് ചെയ്ത് കളഞ്ഞു. വാജ്പേയി ഇരിക്കുന്ന സമയം അത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ അതിർത്തി 5 സംസ്ഥാനങ്ങളാണ് നേപ്പാളോട്ട് അതിർത്തി പങ്കിടുന്നത്. ബീഹാർ, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഇങ്ങനെ 5 സംസ്ഥാനങ്ങൾ. ഇതിൽ ഉത്തർപ്രദേശിലെ ഭരണം അസ്ഥിരപ്പെട്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ടൈമിൽ അവിടെ നമ്മുടെ രാജ്നാഥ് സിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ BJP ഒന്നും അല്ല, അന്ന് ദുർബലമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് ലോക് താന്ത്രിക് കോൺഗ്രസ്. അങ്ങനെ കുറച്ച് കൊച്ചു പാർട്ടികളൊക്കെ ആയിട്ട് ഇവമാരൊക്കെ എപ്പോഴും തകിടം മറി ഒരു വർഷം ഭരിച്ചുള്ളൂ രാജ്നാഥ് സിംഗ്. അപ്പോൾ അത് ദുർബലപ്പെട്ട് നിൽക്കുന്നു. ഇനി പിന്നെ ബീഹാറിൽ BJPക്ക് റോളൊന്നുമില്ല, ബംഗാളിൽ റോളൊന്നുമില്ല, പിന്നെയുള്ള സിക്കിമിൽ റോളൊന്നുമില്ല, ഒരു സ്ഥലത്തും BJPക്ക് റോളില്ല. എന്നാൽ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ AB വാജ്പേയി ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സർക്കാരും ഒരു സ്ട്രോങ് സർക്കാരല്ല. ഇങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുകയാണ്. 10-28 ഘടകകക്ഷികളുണ്ട്. ഇവരൊക്കെ ഇപ്പൊ 2 TDPയും JDU ഉണ്ടായിട്ട് ഇവിടെ എന്തൊക്കെ വാർത്തയാണ് വരുന്നത്. അവർ പിന്തുണ വിലക്ക് ആകെ 2 പേരേ ഉള്ളൂ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. മറ്റേ അതല്ല 28 DMK ഉൾപ്പെടെ ഉള്ളത്. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു അവസരത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിച്ചു എന്നുള്ളത് കൊട്ടാരത്തിൽ വെടിവെപ്പ് ഇവർ ഭരിക്കുന്നു, ഈ മകനാണ് കൊന്നത് എന്നൊക്കെ ഉള്ളത് പിന്നീട് തെളിഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ തലയിൽ നിന്നത് ഒഴിഞ്ഞു പോയി. അങ്ങനെ ഇതേ കണക്കുള്ള തീരുകൾ പെട്ടെന്നാണ് ഇന്ത്യക്കെതിരെ വരുന്നത്. അതിന് കാരണം ഇന്ത്യക്കെതിരെ വികാരം ജനിപ്പിക്കുന്ന ചില ഫാക്ടറികൾ അവിടെ ഉണ്ട്. ചൈനക്കെതിരെയും ഉണ്ട്. ഇതിനകത്താണ് അമേരിക്കയുടെ റോഡ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് നേപ്പാള് അവിടെ നിന്ന് സാമ്പത്തിക ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ഇന്ത്യയുടെയും ചൈനയുടെയും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇതിൽ അവർക്ക് വലിയ കണ്ണുണ്ട്. നേപ്പാളിൽ ഇതുവരെ അവർക്ക് നേരിട്ട് വന്നിട്ട് അവരുടെ സൈനിക താവളം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് മുൻപോട്ട് പോകുന്നത്. പക്ഷെ ഇന്ത്യ നമ്മൾ മാക്സിമം ഇവരെ സഹായിക്കാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ അയൽ രാജ്യങ്ങൾ സമാധാനത്തിൽ പോയാലും നമുക്കൊരു സ്വസ്ഥതയുണ്ട്. അത് നമ്മുടെ വീട്ടിലും ആയാലും അങ്ങനെ. നമ്മുടെ വീടിന് തൊട്ട് അയൽവക്കത്ത് ഒരു വലിയ കുടിയനുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും അപ്പുറത്തെ വീട്ടിലാണല്ലോ ഈ വെള്ളവടിയും ബഹളമൊക്കെ നടക്കുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ അതിരുകൾ കൂടി, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കം കൂടി നല്ല സമാധാനമായാലും നമുക്കൊരു സ്വസ്ഥതയോട് കിടന്ന് ഉറങ്ങാനും ഉണ്ടാകും. എങ്ങനെയായിട്ട് സംഭവിച്ചു? ഇവിടെ നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്. ശ്രീലങ്കയിൽ ഇത് സംഭവിച്ചു. അത് ചൈനയായിരുന്നു അതിന്റെ പിന്നിൽ. അത് സംഭവിച്ചപ്പം ഇവിടുത്തെ ആളുകൾ പറഞ്ഞു വരുത്തിയത് എന്താണ്, ഇനി അടുത്തത് ഇന്ത്യ. ഓക്കെ, ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ബംഗ്ലാദേശുണ്ടായി. അതിന്റെ പിന്നിലും ചൈനയായിരുന്നു. ചൈന വലിയ രീതിയിലാണ് അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകൾക്ക് ഫണ്ട് കൊടുത്ത് ആയി. അപ്പോഴും ഈ ആളുകൾ പറഞ്ഞു ഇനി അടുത്തത് ഇന്ത്യ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇപ്പോൾ മ്യാൻമാറിൽ നടന്നു, അടുത്തത് ഇന്ത്യ. അതിനുശേഷം ഇപ്പോൾ നടക്കുന്നത് ഭൂട്ടാനിൽ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സംഭവം നടന്നിരുന്നു. അതിനുശേഷം ഇന്ത്യ എന്ന് പറയാനുള്ള ഗ്യാപ്പ് കിട്ടില്ല, അതിന് മുമ്പ് അത് തീർന്നു. പിന്നെ വന്നത് നേപ്പാളാണ്. നേപ്പാളിൽ വന്നപ്പോഴും പറഞ്ഞു ഇനി അടുത്തത് ഇന്ത്യ. ഇന്ത്യയിൽ അത് നടക്കില്ല. അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം, ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ പഴയതുപോലെ ശക്തമല്ല അവർ ശക്തമായി. ഡീപ് സ്റ്റേറ്റ് എപ്പോഴാണ് ശക്തമാകുന്നതെന്ന് വെച്ചാൽ ഒരു സ്ഥിരതയില്ലാത്ത ഭരണം, അഴിമതി കുളിച്ചു നിൽക്കുന്ന ജനനേതാക്കൾ, ക്രമസമാധാന നില തകർച്ച, ഈ 3 സ്ഥലങ്ങൾ ഉള്ളിടത്താണ് ഈ ഡീപ് സ്റ്റേറ്റിന് വളരാനുള്ള വെള്ളവും വളവും കിട്ടുന്നത്. അപ്പം എങ്ങനെയാണ് ഇവർ വളരുന്നതെന്ന് ചോദിച്ചാൽ അനവധി NGOകൾ വഴി പ്രചരണങ്ങൾ അഴിച്ചുവിടുക, വികസന പ്രവർത്തനങ്ങൾ തടയുക. രണ്ടാമത്തെ ഒരു കാര്യങ്ങൾ മാധ്യമങ്ങളെയാണ്. ഈ 2 പേരും ഇവർക്കൊപ്പം ചില രാഷ്ട്രീയ പാർട്ടികളും തീവ്രവാദ സംഘടനകളും ചേരുമ്പോഴാണ് ഡീപ് സ്റ്റേറ്റ് വളരെ ശക്തമാകുന്നത്. ഇന്ത്യയിൽ അത് നടക്കില്ല എന്ന് പറയാൻ കാരണം 2014 മുതൽ ഇന്ത്യയിൽ നടക്കുന്ന സുസ്ഥിരമായൊരു ഭരണമാണ്. സ്ട്രോങ് ആയിട്ടൊരു ലീഡർ, അദ്ദേഹത്തിന് സ്ട്രോങ് ഈ പിന്തുണ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന സ്ട്രോങ്. അപ്പൊ ഇവിടെ ഒരു ചുക്കും നടക്കില്ല. ഒരു സ്ട്രോങ് ലീഡർ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും ഇത് കൺട്രോൾ ചെയ്യാനും മുമ്പോട്ട് കൊണ്ടുപോകാനും അറിയാം. ഇവിടെ ഡീപ് സ്റ്റേറ്റിന് വളരില്ല. നരേന്ദ്രമോദി ആദ്യം കയറിയതിനു ശേഷം തന്നെ NGOകൾ എത്രയായിരുന്നു? 20,000 NGOകളല്ലേ ഒറ്റയടിക്ക് നിർത്തി എടുത്ത് കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞ് ഫോറിൻ ഫണ്ടൊക്കെ സ്വീകരിക്കുന്നത്. അപ്പം അത് ഇവിടെ നടക്കില്ല എന്ന് നമ്മൾ തറപ്പിച്ച് പറയാൻ കാരണം ഇതാണ്. പിന്നെ പഴയതുപോലെ അല്ല മാധ്യമങ്ങൾ. മുമ്പ് ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളെ ഡീപ് സ്റ്റേറ്റിന് സ്വാധീനിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അനവധി ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. ഇനി എന്തായിരുന്നു നേപ്പാളിൽ നടന്ന സംഭവം? അത് ഇന്ത്യയിലും നടപ്പാക്കുക. ഇന്ത്യയിലെ ഈ വമ്പൻ സോഷ്യൽ മീഡിയ കമ്പനികൾ മുട്ടുകുത്തി. പക്ഷെ നേപ്പാളിൽ
അത് മുട്ടുകുത്തിയില്ല. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് നമ്മുടെ ഈ ലോകത്തുള്ള ജനം എല്ലാ ഭരണകർത്താക്കളുടെ എന്തും സഹിക്കും, പക്ഷെ അഴിമതി അവർ സഹിക്കില്ല. പെണ്ണ് കേസാണോ അവർ സഹിക്കും, പക്ഷെ അഴിമതി കാണിച്ചാൽ ഒരു ജനവും അവിടെ ആണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് കണക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് ഈ ഗൂഗിളിനും മെറ്റയ്ക്കും ട്വിറ്ററിനും ഒക്കെ നമ്മൾ നോട്ടീസ് കൊടുത്തു. നമ്മൾ പറഞ്ഞു നമ്മളുമായിട്ട് നിങ്ങൾ ഒരു ഇത് പോകാതെ നടക്കത്തില്ല. കാരണം ഇവിടെ നടക്കുന്ന ഇതിന്റെ ഡീറ്റെയിൽസുകൾ, നിങ്ങൾ ഡേറ്റകൾ കൈമാറണം ഞങ്ങളുടെ പോലീസിന്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വിഭാഗത്തിന് നിങ്ങൾ കൈമാറണം. ആദ്യം ഇവർ പറഞ്ഞു. പക്ഷെ ഗൂഗിൾ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുമായിട്ട് ആ കരാർ അങ്ങ് ഒപ്പുവെച്ചു. കാരണം ഗൂഗിളിന് ഏറ്റവും വലിയ അപകടമാണ്. കാരണം ഇന്ത്യയിൽ മോദിയാണ് ഇരിക്കുന്നത്. പൂട്ടിക്കെട്ടി പൊക്കോളാൻ പറഞ്ഞാൽ ഗൂഗിൾ പോയേ പറ്റൂ. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. അവിടെ ഗൂഗിളില്ല, പണ്ട് തൊട്ടേ ഇല്ല, അവർ കയറ്റിയിട്ടുമില്ല. പിന്നെ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇവിടെയാണ്, യൂട്യൂബിനടക്കം. അപ്പൊ ഇവിടുന്ന് പൂട്ടിക്കെട്ടിക്കൊണ്ട് പോയ കമ്പനി തന്നെ പൂട്ടിപ്പോവും. അതുകൊണ്ട് അവരാദ്യം തന്നെ ഒപ്പിട്ടു. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പൊ കേരളത്തിലൊക്കെ ആയാലും സൈബർ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ ചാനലുകൾ ബാൻ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരുമായിട്ട് യൂട്യൂബ് ഒപ്പിട്ടതാണ്. മെറ്റ മാത്രം കേസിന് പോയി, ട്വിറ്ററും പോയി. ട്വിറ്ററിന്റെ കേസ് എന്തായെന്ന് അറിയത്തില്ല. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഈ രാജ്യത്ത് ഇതാണ് നിയമം, അത് അനുസരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോകാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മെറ്റയും ന്യൂട്രലിൽ നിന്നിട്ട് എന്നിട്ട് അവർ പറഞ്ഞ ഇതാണ്. അന്നേരം നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് സ്വകാര്യതയിലേക്കുള്ള ലംഘനമാണ്. ഈ നിയമം തന്നെ നേപ്പാളിൽ നടപ്പാക്കാൻ പോയപ്പോഴാണ് ഈ സമരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ അത് നടപ്പാക്കി. അവിടെ ഇപ്പം ഡേറ്റ കൈമാറ്റം എന്തൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ പൂട്ടിപ്പൊക്കോളാൻ പറഞ്ഞു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഒരു ശക്തനായ ഭരണാധികാരി, സ്ട്രോങ് ആയിട്ടൊരു ഭരണാധികാരി, അഴിമതിരഹിതനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം കേൾക്കും, ജനം ഒപ്പം നിൽക്കുകയും ചെയ്യും. നേപ്പാളിലേക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തെ നേപ്പാളിനെ സംബന്ധിച്ച് ഈ ഗൂഗിളിന് വലിയ ഇൻകം ഒന്നും ഇല്ലാത്തൊരു രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻകം കൊടുക്കുന്ന രാജ്യം. ഇന്ത്യ പോയാൽ തീർന്നു. അപ്പോൾ ഈ 10 കോടി കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഈ നേപ്പാളിൽ എന്ന് പറഞ്ഞാൽ 60 മില്യൺ അതിനടുത്തെങ്ങാണ്ട് ഉള്ള ഒരു ഇൻകമേ ഉള്ളൂ എല്ലാവർക്കും കൊടുക്കുന്നതും ഒക്കെ ആയിട്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് വെച്ചാൽ ഇതൊരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ഒരു വലിയ സമരം നടക്കുന്നു. സമരം പെട്ടെന്ന് ലഹളയായി മാറുന്നു. ഇപ്പോഴത്തെ അവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്ന് അറിയില്ല. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ പഴയ രാജാവുണ്ട്, ജ്ഞാനേന്ദ്ര രാജാവ് ഇടയ്ക്ക് മടങ്ങി വന്നായിരുന്നു. നമ്മൾ വാർത്ത കൊടുത്തിരുന്നു, ജ്ഞാനേന്ദ്ര രാജാവ് ഭയങ്കര സ്വീകരണം കിട്ടിയ രാജവാഴ്ച. അപ്പൊ ഈ രാജവാഴ്ച അനുകൂലിക്കുന്നവരും ഈ പ്രക്ഷോഭത്തിലുണ്ട്, രാജഭരണത്തെ എതിർക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ചൈനീസ് അനുകൂലികളുണ്ടോ എന്ന് വെച്ചാൽ അവരും കാണും. എല്ലാവരും ഉണ്ട്. ഇതിന് ഒന്നും സൈന്യത്തിനൊരു പിടുത്തവുമില്ല. പക്ഷെ ബംഗ്ലാദേശ് പോലെ ഒരു സൈനിക ഭരണത്തിലേക്ക് നേപ്പാൾ പോകില്ല. കാരണം ഒരുപാട് അവസരങ്ങളിൽ നേപ്പാൾ ഇത് സമാനമായ കാഴ്ചയാണ് വന്നത്. ഇനി നേപ്പാൾ നമ്മളുമായിട്ട് ഇപ്പോഴുള്ള റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, നേപ്പാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴത്തേന് ഒരു അസ്ഥിര ഗവൺമെന്റ് ആണ്, ഒരു തൂക്ക് സഭയാണ് വന്നത്. നേപ്പാളി കോൺഗ്രസ് ജയിച്ചു. നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ് ഇപ്പോൾ ഭരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്. നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒലി വന്നു. ഒലി ഒരു ചൈനീസ് പക്ഷപാതിയാണ്. ഒലി വന്നു. അതുപോലെ പ്രചണ്ഡയുടെ നക്സൽ പാർട്ടി ഉണ്ട്, നക്സൽ പാർട്ടി ഭയങ്കര ശക്തമാണ് അവർ. അപ്പോ പ്രചണ്ഡയുടെ സംഘടന നമ്മുടെ ഈ ബീഹാറിലുമൊക്കെ ശക്തമായിരുന്നു പണ്ട്. പ്രചണ്ഡയുണ്ട്, പ്രചണ്ഡയൊക്കെ ഇപ്പൊ ശുഷ്കിച്ചു. പ്രചണ്ഡയുണ്ട്, ഒപ്പം തന്നെ മാവോയിസ്റ്റുകളുടെ പാർട്ടിയുണ്ട്. അങ്ങനെ കുറെ കൊച്ചു പാർട്ടി എല്ലാം കൂടെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇപ്പൊ ഭരിക്കുന്നത്. അത് പ്രതിപക്ഷമില്ല, എല്ലാവരും കൂടെ ചേർന്ന് സംയുക്തമായി ഒലിയെ പ്രധാനമന്ത്രിയാക്കി. ഈ ഒലി പണ്ട് തൊട്ട് ഇന്ത്യ വിരുദ്ധനാണ്. ഒലിയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ അതിർത്തി പ്രശ്നങ്ങളുണ്ട്. നമ്മളുമായിട്ട് നേപ്പാളിന് അനവധി പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഈ ലിംബു ഖേലി ഉൾപ്പെടെ അനവധി അതിർത്തിയായിട്ട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ഇവർക്കൊരു വലിയ പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക്. ചൈനയുമായിട്ട് ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം കയറുന്നു. ഇദ്ദേഹം കയറിയ കാലം മുതൽ ഇന്ത്യയുമായിട്ട് അകൽച്ചയിലാണ് പോകുന്നത്. ചൈനയുമായിട്ട് കുറച്ച് അടുത്ത്. അങ്ങനെ സ്നേഹം കൂടി 2020 ചൈന നേപ്പാളിലെ പല ഗ്രാമങ്ങളും വളഞ്ഞങ്ങ് എടുത്തു. അതോടുകൂടി നേപ്പാളിലെ ജനം വലിയ പ്രശ്നം ഉണ്ടാക്കി. അവിടുത്തെ ജനം ഈ രാജാവിന് പിന്നിൽ വീണ്ടും രാജാവ് ഭരണം എന്ന് പറയാനുള്ള കാരണം 2008 അവിടെ രാജാവ് ഭരണം തീരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ ഈ ഭരണത്തിന് അസ്ഥിരതയില്ലായിരുന്നു. പിന്നെ ഒരു കുത്തഴിഞ്ഞ ഭരണമായിരുന്നു, പക്ഷെ ഒരു അസ്ഥിരതയില്ലായിരുന്നു. ജനാധിപത്യം ഒക്കെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എപ്പോഴും ഭരണം മാറുന്നു, അടിയും പിടിയും ബഹളവും കർഫ്യൂവും ഒക്കെ. അതാണ് അവരുടെ ഒരു ഇത്. അപ്പം ഇതിനിടയിലാണ് ഈ ചൈനയുടെ ഇത് വന്നിട്ട് അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്താണ് ഒലി ഈ അടുത്ത സമയത്ത് നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തൊരു വാർത്തയുണ്ട്. അത് എനിക്കൊന്ന് 3-4 ദിവസം മുമ്പ് നമ്മൾ ഇത് ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ടൊരു കാര്യമുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞു ഈ അമേരിക്കൻ എയ്ഡഡ് ഫണ്ടുകൾ നേപ്പാളിന് കൊടുക്കുന്നുണ്ട്. നേപ്പാള് ഈ ലിംബു ഖേൽ ആ ഒരു അതിർത്തി, ആ ചുരം തങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നേപ്പാൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ധനുഷനോട് ചോദിച്ചു ഈ ഫണ്ട്. അപ്പൊ അമേരിക്കൻ ബാങ്കുകൾ നേരിട്ട. അപ്പൊ അമേരിക്ക അവിടെ സജീവമായിട്ട് ഇടപെടാൻ തുടങ്ങി. ആര്? ഈ പറയുന്ന നേപ്പാളിൽ സജീവമായിട്ട് ഇടപെടാൻ തുടങ്ങിയോണ്ട് അത് കഴിഞ്ഞിട്ട് ഈ നേപ്പാൾ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനെ കാണാൻ പോയി. അവിടെ പോയിട്ട് പറഞ്ഞു നിങ്ങൾ അതുവഴി വ്യാപാരം നടത്തരുത് ഇന്ത്യയുമായിട്ട്,
പിന്നെ ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയും. കാരണം ഈ ടിബറ്റ് എന്ന് പറയുന്ന ഈ 3 രാജ്യങ്ങൾക്കും വേണ്ടപ്പെട്ട സ്ഥലമാണ്. അതിർത്തിയിൽ ചില പ്രശ്നങ്ങളുമുണ്ട്. അപ്പോ ഈ ചൈനീസ് പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്? അതൊക്കെ നിങ്ങളുടെ കാര്യം, നിങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നം, അത് നിങ്ങളായിട്ട് തീർക്കുക. ഞങ്ങൾ ഇതുവർക്ക് 1956 മുതൽ കരാറുള്ളതാണ്, ഞങ്ങൾ അതുവഴി കച്ചവടം നടത്തിയിരിക്കും, അതിനകത്ത് ഒരു മാറ്റമില്ലെന്നോ. അങ്ങനെ നിരാശനായിട്ടാണ് പുള്ളി തിരിച്ചു വരുന്നത്. അതൊരു വിഷയം. രണ്ടാമത്തെ കാര്യം, ഇയാൾക്ക് ഈ ചൈനയോടുള്ള ഒരു വല്ലാത്ത അടിമ മനോഭാവം പുള്ളിക്കുണ്ട്. ഇന്ത്യയായിട്ട് പുള്ളിക്ക് ശത്രുതാ മനോഭാവം. അപ്പം ഇതിനകത്ത് അമേരിക്കയാണോ ഇതിന്റെ പിന്നിൽ, അതോ ചൈനയാണോ ഇനി രാജവാഴ്ച തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളാണോ എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഈ സമരക്കാരെല്ലാം പല വിഭാഗത്തിൽ പെടുന്നവരാണ്. ഇപ്പം പക്ഷെ നിലവിലത്തെ എല്ലാവരും സാഹചര്യം പറയുന്നത് അമേരിക്കയാണ് ഇതിന്റെ പിന്നിലാണെന്നാണ് അമേരിക്കയുടെ എല്ലാവരും പൊതുവെ പറയുന്നത്. ആ പക്ഷെ വേറൊരു അത് കാര്യം ആ ഞാൻ പറയട്ടെ. സമരത്തിന്റെ ഇന്ന് ഞാൻ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഒരു വാർത്ത ചെയ്തത്, ഈ അവിടെയുള്ള ജെൻസി പിള്ളേരുടെ എല്ലാം ബൈറ്റ് എടുക്കുന്നുണ്ട് ഈ മാധ്യമങ്ങള്. അപ്പൊ അവരെല്ലാവരും നരേന്ദ്രമോദി അനുകൂലിക്കുകയാണ്. മോദിയെപ്പോലൊരു നേതാവ് നമുക്ക് വരണം എന്ന് അവര് എല്ലാവരും പറയുകയാണ്. മോദിയെപ്പോലൊരു നേതാവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ നേപ്പാളിൽ നിന്ന് എല്ലാ മേഖലയിലും 1-ാം സ്ഥാനത്ത് തന്നെ. ഇന്ത്യയെ നോക്കൂ, ഇന്ത്യ ഇപ്പോൾ വച്ചടി കയറുകയാണ്. ഇതുപോലെ ന്യൂജന്റെ പൾസറി എന്നൊരു നേതാവ് വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും നരേന്ദ്രമോദി അനുകൂലിക്കുന്നു. ഇതെന്താണ് കൂത്തെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ എല്ലാവരും പറയുന്നു അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ. ഇന്ത്യ ഇതിന്റെ പിന്നിലാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു കലാപത്തിന്റെ പിന്നിൽ അമേരിക്കയാണ്, അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ. പക്ഷെ എല്ലാവരും ഇന്ത്യയും പുകഴ്ത്തുന്നു, മോദിയെയും പുകഴ്ത്തുന്നു, നമ്മുടെ ഭരണത്തെ പുകഴ്ത്തുന്നു. നരേന്ദ്രമോദിയെ ചില ആൾക്കാർ പറയുന്നത് നരേന്ദ്രമോദിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് വരെ ചില ആൾക്കാർ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഈ ജെൻസി ആയിട്ടുള്ള കുട്ടികളാണ് ഇത് പറയുന്നത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദി ഒരു പ്രസ്താവന ഇറക്കുന്നത്. അത് നേപ്പാളി ഭാഷയിലും ഉണ്ട്. ദേവനാഗരി എന്നാണ് അവരുടെ ഭാഷയുടെ പേര്. ആ ഭാഷ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ സമാധാനത്തിൽ ഇരിക്കണം, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇനി ഇതിലും വലിയ രസമുണ്ട്. യോഗി ആദിത്യനാഥിനെ ഭരണം ഏൽപ്പിക്കണമെന്ന് ഒരു വലിയ വിഭാഗം നേപ്പാളികൾ ആഗ്രഹിക്കുന്നുണ്ട്. യോഗിയുടെ പടമൊക്കെ പിടിച്ചിട്ട് അവിടെ വലിയ പ്രകടനം നടന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, മുമ്പ് നമ്മളത് വലിയ വാർത്തയായി കൊടുത്തിരുന്നു, യോഗി ആദിത്യനാഥ്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഈ ഗോരഖ്നാഥ് മഠം അവരുടെ ഒരുപാട് പേര് ഗോരഖ്നാഥിലേക്ക് വരാറുണ്ട്. ഗോരഖ്പൂരിലേക്ക് ഒരു വലിയ അതിർത്തി, ഒരു 100 കിലോമീറ്ററേ ഉള്ളൂ വ്യത്യാസം, അവിടെ എത്താറുണ്ട്. അതുകൂടാതെ തന്നെ ഈ യോഗി വരണം, അതായത് നാദ് വിഭാഗത്തിന്റെ തലവൻ കൂടാണ്. യോഗി വേണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെയുള്ള വിഭാഗമുണ്ട്. ഇനി RSS ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. RSS നേപ്പാളി ശാഖകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അവർക്ക് പക്ഷേ നരേന്ദ്രമോദി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചൈന അതിൽ പാരപണിയാതിരിക്കുകയും ചെയ്താൽ നേപ്പാളിൽ നിന്ന് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാഹചര്യം അവിടെ നിലവിലുണ്ട്. കാരണം ചൈനയ്ക്കും ഇന്ത്യക്കും പൊതുശത്രു ഈ പറയുന്ന അമേരിക്ക അവിടെ വന്ന് കയറുന്നത് തന്നെയാണ്. പൊതുശത്രുവാണ്. കാരണം ഇത് പരമ്പരാഗത ശത്രു, ജനിച്ചു വീണപ്പോഴേ ശത്രുക്കളാണ് ഇന്ത്യയും ചൈനയും ഒക്കെ. പക്ഷെ ഇത് പുറത്തുനിന്ന് ഒരുത്തം വന്ന്, ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ മതി, പുറത്തുനിന്ന് ആരും വേണ്ട എന്ന് പറയുന്നത് പോലെ, ഇവിടെ അലമ്പുണ്ടാക്കാൻ ഞങ്ങൾ മതി, പുറത്തുനിന്ന് ആരുടെ സഹായം നമുക്ക് വേണ്ട എന്ന് പറയുന്ന പോലെ ഇപ്പൊ വരുന്നതിന്. പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം ഇന്ന് സ്റ്റേറ്റ്മെന്റ് 3 ഭാഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയിരിക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷാണ്, അതായത് എല്ലാവരും സമാധാനം പാലിക്കണം, നമുക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹിന്ദിയിലാണ്. മൂന്നാമത്തെ നേപ്പാളി ഭാഷയിലാണ്. കാരണം നമ്മളറിയാം, ഇതിനു മുമ്പ് പലയിടത്തും സംഭവങ്ങൾ കിടക്കുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെയാണ് ട്വീറ്റ് ചെയ്യാറുള്ളത്, അല്ലാതെ അവരുടെ ഭാഷയിലോട്ട് ട്വീറ്റ് ചെയ്യാറില്ല. ഇപ്പൊ നേപ്പാളുമായിട്ട് നമുക്ക് അത്ര ബന്ധമുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മളുടെ അതിർത്തിയൊക്കെ ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുമായിട്ട് ഒരു 1700 കിലോമീറ്റർ അതിർത്തിയുണ്ട്. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കയറി അടിക്കുമെന്നുള്ള പേടിയല്ല നമുക്കുള്ളത്. ഈ നേപ്പാളികൾ വലിയ രീതിയിൽ ഇങ്ങ് കയറി വരും. ഈ കുടിയേറ്റം വലിയ രീതിയിൽ കയറി വരും പേടിച്ചിട്ട്, ഈ കയ്യിലുള്ളത്. കാരണം നേപ്പാളിനെ സംബന്ധിച്ച് ഇന്ത്യ അവരുടെ സ്വർഗമാണ്, ഗൾഫാണ്. വലിയ പൈസയല്ലേ ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ കയറി വരും. അത് തടയിടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ ഈ സൈന്യം കയറുമോ അങ്ങനെയുള്ളൊന്നുമില്ല. പക്ഷെ കയറുമോ എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയും ചൈനയും കൂടെ അതായത് ഇന്ത്യ മുന്നിട്ടിറങ്ങുകയും നരേന്ദ്രമോദി മുന്നിട്ടിറങ്ങുകയും അതിനോട് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയും ചൈന സൈലന്റ് ആയിട്ടൂടെ നിന്നുണ്ട്, അതായത് പാര പണിയാതിരിക്കുകയും കൂടെ ചെയ്താൽ ഇത് കാരണം ചൈന പാര പണിയാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ ഇപ്പോഴത്തെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇതാണ്. അതുകൊണ്ട് അത് മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം ഈ ശ്രീലങ്കയിലുള്ളതോ ബംഗ്ലാദേശിലോ ഉള്ളതോ പോലെ അല്ല നേപ്പാൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും. കാരണം അവരോട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ 4 അതിർത്തിയോ മറ്റേ നേപ്പാളിന് പിന്നെ ചൈനയുമായിട്ടുണ്ട്, ഇന്ത്യയുമായിട്ട് 5 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ കൂടെ കണ്ട് 9ഓ 11ഓ അതിർത്തിയുണ്ട്. അപ്പം നമ്മളെ രണ്ടു കൂട്ടർക്ക് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തീരും എന്ന് തന്നെയാണ്, ഇന്ത്യ ഇടപെടും എന്ന് തന്നെയാണ്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ഇടപെടാൻ പറ്റില്ലായിരിക്കാം, കാരണം ആ വിരോധം. അതുകൊണ്ട് ഒലി എന്തായാലും അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ എടുക്കത്തില്ലെന്നായിരുന്നു 100% ഉറപ്പായിരുന്നു. കാരണം ഇന്ത്യ വിരുദ്ധനായിരുന്നു പുള്ളി. അപ്പൊ അതെടുക്കില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്താണ് അടുത്തത്? എന്തായാലും പട്ടാളം ഒരിക്കലും നേപ്പാളിൽ ഭരിക്കില്ല.
അതിനുള്ളൊരു ഓക്കെ. കപ്പാസിറ്റി നേപ്പാൾ പട്ടാളത്തിനില്ല, അവർക്ക് അതിനുള്ള രീതിയുമില്ല. പക്ഷെ നേരെ മറിച്ച് ബംഗ്ലാദേശിൽ ഭരണം നടക്കും, കാരണം അവിടെ എക്സ്പീരിയൻസ്ഡ് ആണ് പട്ടാളം ഇങ്ങനെ ഭരിച്ച്. പാകിസ്ഥാനിൽ നടക്കും, എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ ശ്രീലങ്കയിൽ നടക്കില്ല, നേപ്പാൾ. അത് ഈ പട്ടാളത്തിന് ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടണമല്ലോ ഭരിച്ച്. എന്നാൽ മാത്രമല്ല പട്ടാളം ഇടയ്ക്കിടയ്ക്ക് അധികാരം പിടിക്കുമെന്ന് പറയാം. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം വരാൻ സാധ്യതകളില്ല.